ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശരത്തിനോട് ചോദിക്കുകയാണ്, നീയല്ലേ ഇന്നലെ പെട്രോൾ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത്, അതെ ഞാൻ തന്നെയാണ്, അത് മുൻകൂട്ടി സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ പ്രിയ പറയാണ്, അല്ല ആ ദേവികേച്ച് തുടങ്ങാനിരുന്നിരുന്ന ആ തുണികളെല്ലാം കത്തിച്ചത് അത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണേ, ഞാനൊന്നുമല്ല, അതൊക്കെ ബാധയാണ് ചെയ്തത്. ബാധയോ? അതെ ബാധയുണ്ട്. അവർ എപ്പോഴാണ് എന്താണ് ചെയ്യുക എന്നൊന്നും പ്രവചിക്കാൻ പോലും കഴിയില്ല. അത് ശരി, ബാധയുണ്ടെങ്കിൽ അത് പകരുമോ? എനിക്കും ചില സമയത്ത് എൻ്റെ ദേഹത്ത് ബാധ കയറിയതുപോലെയാണ്. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല. ചില സമയത്ത് എനിക്ക് ശരത്തിനെ കൊല്ലാൻ തോന്നും, എനിക്ക് ശരത്തിനെ എടുത്ത് കിണറ്റിലെറിയാൻ തോന്നും. എന്നിട്ടെന്താ അത് ചെയ്യാത്തത്? അപ്പം പിന്നെ ദേവികേച്ചിയുടെ അവസരം നഷ്ടപ്പെടില്ലേ? ചേച്ചിയാണത്രേ ശരത്തിനെ കൊല്ലാൻ പോകുന്നത്. അപ്പം പിന്നെ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ആഹാ, അത് കൊള്ളാലോ. അവൾക്ക് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. അവളുടെ അച്ഛൻ വിചാരിച്ച പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ അവളുടെ വെറും വ്യാമോഹം മാത്രമാണ്. ശരത്ത് ഇത് പറഞ്ഞത് എന്തായാലും നന്നായി. എന്നാൽ പിന്നെ എനിക്ക് തന്നെ ചെയ്യാമല്ലോ. പോരാത്തതിന് ശരത്ത് പെട്രോളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശരത്തിൻ്റെ ദേഹത്തൂടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാമല്ലോ. ശരത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ശരത്തിൻ്റെ തല വഴി പെട്രോൾ ഒഴിച്ച് അങ്ങ് കത്തിക്കും. പും എന്ന് പറഞ്ഞ് അങ്ങ് കത്തിച്ചാമ്പലാവും, വെണ്ണീറാവും. അത് കേട്ടതോടെ ശരത്തിനങ്ങ് ദേഷ്യം പിടിച്ച് എടി എന്നങ്ങ് പറഞ്ഞ് ഒച്ചയെടുത്ത് വിളിക്കുമ്പോൾ, അയ്യോ ശരത്തെ, ഞാനല്ല ഇതൊന്നും പറയുന്നത്, ബാധയാണ്. അതും 2 ബാധയാണ്. അവരുടെ ലക്ഷ്യം അത് ഒറ്റയാളാണ്, അത് ശരത്ത് മാത്രമാണ്. അവർ ശരത്തിനെ കത്തിക്കും എന്നും പറഞ്ഞ് പ്രിയ പോകുന്ന സമയത്ത് ശരത്തിന് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. പിന്നീട് മനോഹരൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാർവതിയെ അന്വേഷിച്ച് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ദേവിക, ഞാൻ എത്ര നേരം വൈകിയാലും എത്ര പാതിരാത്രി ആണെങ്കിലും ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം നിങ്ങളെ തനിച്ചാക്കി പോകുന്നത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശി വരികയാണ്. അതെന്താ, ഇവരാരെങ്കിലും അങ്ങ് പിടിച്ചു തിന്നോ? അതല്ല, എൻ്റെ നിത്യമോൾക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും സംഭവിക്കരുത്. നോട്ടക്കുറവ് കൊണ്ട് ഇനി ഒരിക്കലും ഒന്നും സംഭവിക്കരുത്, അതാണ്. അപ്പോൾ ദേവിക്ക് പറയണേ, അച്ഛനൊന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോഴത്തേക്കും ശരത്ത് വരികയാണ്. അപ്പോൾ ശരത്ത് പറയണേ, അച്ഛൻ എന്തിനാ വെറുതെ ടെൻഷൻ ആകുന്നത്? ഞാനും കൂടി ഉണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം ഇവരെ എല്ലാവരെയും. ഈ ഉള്ളതാണ് എൻ്റെ പേടി. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയാം, അതെന്താ മനോഹര, നീ എന്താ അങ്ങനെ പറഞ്ഞത്? നീ എന്താ ശരത്ത് മോനെ താങ്ങിയതാണോ? അവൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം സഹായം ചെയ്യുന്നു, എന്നിട്ടെന്താ മനോഹര നീ അതൊന്നും കാണാത്തത്? അതൊന്നും വേണ്ട മുത്തശ്ശി, അതൊന്നും കാണണ്ട മുത്തശ്ശി. കാരണം ഞാനിവിടെ ഓരോന്നും ചെയ്യുന്നത് അത് ഇവിടെ നിന്നും നന്ദി പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ദേവിക പറയണ, സംസാരം വല്ല സന്യാസിയെ പോലെയാണ്, പ്രവൃത്തിയോ? എൻ്റെ പ്രവൃത്തിക്ക് എന്താണൊരു കുഴപ്പം? എൻ്റെ പ്രവൃത്തിയും സംസാരമൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ മനോഹരനും ദേവികയും, ഓ നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് മനോഹരനോട് പറയണേ, അമ്മയെ തട്ടിക്കൊണ്ടുപോയത് അത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റാണെന്നാണ് എനിക്ക് സംശയം. അങ്ങനെ ആവുമ്പോൾ അമ്മയുടെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ദേവിക പറയണേ, അങ്ങനെയാണെങ്കിൽ ആ വാർത്ത പുറത്ത് വരേണ്ടതല്ലേ ശരത്തെ? ഏതായാലും അച്ഛൻ അന്വേഷിച്ചിറങ്ങുന്നുണ്ടല്ലോ, എല്ലാത്തിനും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമല്ലോ. പിന്നെ അച്ഛൻ തനിച്ചാണ് പോകുന്നത് എന്ന് ആരും കരുതണ്ട. അച്ഛനെ സംരക്ഷിക്കാൻ പുറകെ ആളുണ്ട്, അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അച്ഛൻ തനിച്ചു പോകുന്നു എന്ന് കരുതി അച്ഛനെ അപായപ്പെടുത്താനൊന്നും ആരും ശ്രമിക്കാൻ നിൽക്കണ്ട. അവരുടെ അവസാനമായിരിക്കും അങ്ങനെ ശ്രമിച്ചാൽ അവർ കുടുങ്ങുക തന്നെ ചെയ്യും. അത് പറഞ്ഞതോടെ ശരത്തൊരു കള്ളനോട്ടാണ് കേട്ടോ ദേവികയെ നോക്കുന്നത്. എന്നിട്ട് ദേവിക പറയണേ, ഇത് അവസാനത്തെ കളിയാണ്, ഇത് ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണ്, ഇതിൽ ഞങ്ങൾ തോൽക്കില്ല. അല്ല, ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? ഹേയ്, വെറുതെ ശരത്തെ, ഒരു രസം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ ശരി അച്ഛ, അച്ഛൻ ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് മനോഹരനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പം തന്നെ പ്രിയയും പോവുകയാണ്. അപ്പോൾ പ്രിയയും പോകുന്നുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അല്ല, അവൾ ഓഫീസിലേക്കാണ് പോകുന്നത്. അങ്ങനെ പ്രിയയും പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അകത്ത് പോയി എന്ന് കാണുമ്പോൾ ശരത്ത് ദേവികയോട് പറയുകയാണ്, അല്ല അങ്ങനെ അച്ഛനെ യാത്രയാക്കിയില്ലേ? അത് തിരിച്ചു വരാൻ വേണ്ടി തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? അത് നമുക്ക് നോക്കാം ശരത്തെ എന്ന് പറഞ്ഞാണ് ദേവിക പോകുന്നത്. അപ്പോൾ ശരത്ത് മനസ്സിൽ അടുത്ത പ്ലാൻ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതോടുകൂടി മനോഹരൻ്റെ ശല്യവും ഒഴിവാക്കാം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് നിൽക്കുന്നത്. പിന്നീട് നിരഞ്ജൻ അമ്മയുമായി ഒരു വാടക വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കാണ്ടോ. എന്നിട്ട് നിരഞ്ജൻ പറയണ, അമ്മയോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. അമ്മയെ സഹായിക്കാൻ ഇവിടെ ഞാനൊരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവർ തന്നെയാണ് അമ്മക്ക് തുണക്ക് രാത്രിയും കിടക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് നിരഞ്ജൻ പോകുന്നത്. പിന്നീട് സിദ്ധു പ്രേമയെ കണ്ടുപിടിക്കാൻ വേണ്ടിയും കാർ ഓടിച്ചത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനൊക്കെയുള്ള തെരച്ചിലിന് പോവുകയാണ്. അപ്പോൾ രംഗം പറയാണ്, പ്രേമയെ എത്രയും പെട്ടെന്ന്
സിദ്ധുവേട്ടനെ കണ്ടുപിടിച്ച് തന്നാൽ കുഞ്ഞളിയന് പുണ്യം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു ഞാൻ 2 കാര്യത്തിനാണ് പോകുന്നത് അളിയ. ഒന്ന് പ്രേമേച്ചിയെ കണ്ടുപിടിക്കാൻ, മറ്റൊന്ന് ആരാണ് കാർ ഓടിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കാനും എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് ചന്ദ്ര വരുന്നത്. അപ്പോൾ ചന്ദ്ര പറയാണ് ഈ പോകുന്ന 2 കാര്യങ്ങളും നടക്കുമെന്ന് സിദ്ധുവേട്ടന് തോന്നുന്നുണ്ടോ? വെറുതെ സിദ്ധുവേട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത്. ആവശ്യമില്ലാത്ത കാര്യമോ? ഇത് എൻ്റെ ജീവിത പ്രശ്നമാണടേ. ഞാനിതൊന്നും കണ്ടുപിടിക്കരുത് എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ നിൻ്റെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഞാൻ നല്ല മനസ്സുകൊണ്ട് ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അത് തെറ്റിദ്ധരിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് പോലീസ് ഇപ്പോൾ പ്രേമേച്ചിയെ കണ്ടുപിടിക്കാൻ എന്തെല്ലാം ശ്രമിച്ചു, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും തുമ്പും പാലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞ് വിശാലും നിരഞ്ജനും എത്ര തവണ കാർ ഓടിച്ചത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സാധിച്ചോ? അതുകൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. നീ കരുതുന്നത് പോലെയല്ലടി ചന്ദ്ര. എനിക്ക് ലോക്കൽ പോലീസിൽ മാത്രമല്ല പിടിപാടുള്ളത്, അതിൻ്റെ മുകളിലും എനിക്ക് പിടിപാടുണ്ട്. അത് വെച്ചും ഞാൻ ഇതിനൊരു തുമ്പും പാലും ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്. ഞാൻ എന്തിനെങ്കിലും ഒന്നിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഞാൻ ഉത്തരം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരും. നീ ഒന്ന് ഓർത്തു വെച്ചോ. 3 ദിവസത്തിനുള്ളിൽ ഞാൻ പ്രേമേച്ചിയെ കണ്ടുപിടിച്ച് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് സിദ്ധു പോവുകയാണ് കേട്ടോ. അതോടുകൂടി ചന്ദ്ര പേടിക്കുകയാണ്. അപ്പോൾ രംഗം പറയാണ്, സിദ്ധുവളേൻ തവണ ഇറങ്ങി പുറപ്പെട്ടത് വെറുതെയാവില്ല. അപ്പോൾ ചന്ദ്ര പറയും, ഇതുവരെ എവിടെയായിരുന്നു? പ്രേമിച്ച് കാണാതായിട്ട് ഇത്രയും കാലമായല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ ഇറങ്ങാതിരുന്നത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ചന്ദ്രേ. അതുകൊണ്ട് അളിയൻ ഇപ്പോഴത്തെ ഈ ശ്രമത്തിൽ ഉറപ്പായും എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ സിദ്ധുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഇതുവരെ സിദ്ധുവേട്ടൻ കിടന്നത് സബ് ജയിലാണ്, ഇനി അത് സെൻട്രൽ ജയിലിലേക്ക് ആതിരുന്നാൽ ഭാഗ്യം. അപ്പോൾ രംഗം പറയണേ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അഭിമാനത്തോടു കൂടി അളിയൻ അത് ഏറ്റെടുക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത്തവണ കുഞ്ഞളിയൻ ജയിച്ചിരിക്കും. എൻ്റെ പ്രേമയെ 3 ദിവസത്തിനുള്ളിൽ സിദ്ധു അളിയൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. എനിക്ക് എൻ്റെ പ്രേമയെ കാണാനും കഴിയും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രംഗം പോകുന്നത്. അതോടുകൂടി ചന്ദ്ര പേടിക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര ശരത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. സിദ്ധു ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് പ്രേമയെ കണ്ടുപിടിക്കാൻ വേണ്ടി. എനിക്കെന്തോ വല്ലാത്ത ടെൻഷനാകുന്നു. അതെന്താ, സിദ്ധു അല്ലേ, അല്ലാതെ പോലീസൊന്നുമല്ലല്ലോ അന്വേഷിച്ച്. അങ്ങനെ സിദ്ധുവിനെ കുറച്ച് കാണുമൊന്നും വേണ്ട. ഇതുവരെ സിദ്ധുവിൻ്റെ പിടിപാടുകളൊന്നും അവൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അതൊക്കെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് 2 കാര്യത്തിലാണ് പേടിയുള്ളത്. ഒന്ന് പ്രേമേച്ചിയുടെ കാര്യത്തിലും മറ്റൊന്ന് വിഷ്ണുവിൻ്റെ കാര്യത്തിലും. എനിക്കത് ഓർത്തിട്ട് വല്ലാത്ത തലവേദനയാണ് വരുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രേ? ശരിക്കും ചന്ദ്രയുടെ ആരാണ് വിഷ്ണു? അല്ല, വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ടെൻഷൻ ആകുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അതെന്തിനാ ശരത്ത് അറിയുന്നത്? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അറിയാനുള്ളത് അറിഞ്ഞാൽ മതി. ഞാനൊന്ന് സൂക്ഷിച്ചോ എന്ന് പറയാൻ വിളിച്ചതാണ്. അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. സിദ്ധു എനിക്ക് പാരയായി വരികയാണെങ്കിൽ അവനെ അങ്ങ് തട്ടിക്കളയും, അത്രയേ ഉള്ളൂ. വെറുതെ വേണ്ടാത്തത് ചെയ്യാൻ നിൽക്കേണ്ട ശരത്തെ. എല്ലാവരും കൂടി ഇളകി മറിഞ്ഞു വരും. സിദ്ധു ഒരു പ്രധാനപ്പെട്ട ലോയറാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എനിക്കങ്ങനെ ഒരു പേടിയുമില്ല. എനിക്കെൻ്റെ നിലനിൽപ്പാണ് വലുത്. അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ അതങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതുവരെ പ്രേമയെ ഞാൻ കടത്തി വെച്ചിട്ട്, അതും ചന്ദ്രയ്ക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കും. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. പിന്നീട് ശരത്തിനെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർ വീട്ടിലെത്താണ്. അപ്പോൾ ശരത്തിനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ, ശരത്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് കള്ളം പറയുകയാണ് കേട്ടോ. അത് കേട്ടും കൊണ്ടാണ് ദേവിക വരുന്നത്. അപ്പോൾ ദേവിക പറയണ, ശരത്ത് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ മുത്തശ്ശി കള്ളം പറഞ്ഞത്? അതെയോ, ഞാൻ കണ്ടില്ല, ശരത്ത് ഞാൻ പുറത്തു പോയി എന്നാണ് കരുതിയത്. അപ്പോൾ ദേവിക പറയണ, അവൻ ഇവിടെ തന്നെ ഉണ്ട് സാർ എന്ന് പറയട്ടോ. അങ്ങനെ ശരത്തിനെ ചോദ്യം ചെയ്യാൻ ഞാൻ പറയാണ് ദേവികയോട്. അപ്പോൾ ദേവിക ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടോ. എന്നിട്ട് പറയുകയാണ്, അല്ല ശരത്തെ, എന്നെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് എന്താണെന്നോ, നീ ഇവിടെ ഇല്ല എന്ന്. അത് മതി, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ എന്താണെന്നോ പറഞ്ഞതറിയോ, നീ ഇവിടെ ഉണ്ട് എന്ന്. എൻ്റെ പേരിലുള്ള ഈ വീട്ടിൽ നിനക്ക് ഒളിച്ച് താമസിക്കാനുള്ള ഒരു അവസരവും ഞാൻ തരില്ല. അതുകൊണ്ട് ഓഫീസർ നിന്നെ വിളിക്കുന്നുണ്ട്, പോയി എന്താണെന്നുള്ളത് അന്വേഷിക്കുക ശരത്തെ എന്ന് പറയട്ടെ. അതോടുകൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ. അങ്ങനെ ഓഫീസറുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നീയും ചന്ദ്രയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശരത്തൊന്ന് പതറുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണ്. നിങ്ങൾ തമ്മിൽ ഫോണിൽ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാറൊക്കെ ഉണ്ട്. എങ്കിൽ പ്രേമിയെ കാണാത്ത ദിവസം നിങ്ങൾ തമ്മിൽ ഫോണിൽ വിളിച്ചിരുന്നോ? അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് പതർച്ചയോട് കൂടി പറയണം, അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല, വിളിച്ചിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ എന്താ നിങ്ങൾ ഫോണിൽ സംസാരിക്കാറുള്ളത്? അത് പിന്നെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ അന്നാന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ പ്രേമയെ കാണാത്ത ദിവസം നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിരുന്നു? ഇല്ല എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി ക്രൈംബ്രാഞ്ച് ഓഫീസർ ഇവ കള്ളം പറയുകയാണെന്നുള്ളതും ശരത്ത് കള്ളം പറയുകയാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.